ശ്യാം, ആന ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ടോ? ഹാഷ്മി, നിലവിൽ ആനയുടെ പേര് ലഭിച്ചിട്ടുണ്ട്. മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ, ആറാട്ടിന് ഒരുക്കുന്നതിന് വേണ്ടി ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആന ഇടഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ആനയെ നിലവിൽ ഇതുവരെ നിയന്ത്രിക്കാൻ, തളയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിനുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ ഒരു ഭാഗം തന്നെ ആന തകർത്തിട്ടുണ്ട്. അത് ആ വാഹനങ്ങൾ എടുത്ത് എറിഞ്ഞുകൊണ്ടാണ് ആന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആനയെ ആറാട്ടിന്റെ ഭാഗമായിട്ടുള്ള എഴുന്നള്ളിപ്പിന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കുളിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ്, കുളിപ്പിക്കുന്ന സമയത്താണ് ആന ഇടഞ്ഞത്. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറൊക്കെ കൊമ്പിൽ കുത്തിയാണ് ആന വലിച്ചു ദൂരെ എറിയുന്നത്. ഏതായാലും അവിടെ ഇതുവരെ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാഷ്മി. യെസ്, ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കരിക്കോട്ടക്കരിയിൽ മയക്കുവെടിയേറ്റ ആനയെ വാഹനത്തിലേക്ക് കയറ്റാൻ ഉള്ള ശ്രമം, ആ ദൗത്യം അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നതാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊരു വിൻഡോയിൽ കാണുന്നത് ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ മഹാദേവൻ എന്ന ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ കോമ്പൗണ്ടിലാകെ അവിടെ ആകെ വിറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷമനായി ഓടുകയാണ്. അത് നമ്മൾ ആന പിണങ്ങുക എന്ന് നാട്ടുഭാഷയിൽ പറയുന്ന ആ സംഗതിയാണ്. അക്ഷരാർത്ഥത്തിൽ ആന പിണങ്ങി നിൽക്കുകയാണ്. അതിന് മുന്നിൽ കാണുന്നതൊക്കെ അത് ഇങ്ങനെ തവിടുപൊടിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിലേക്കൊന്നും പോയിട്ടില്ല ഇതുവരെ. അതിനെ എഴുന്നള്ളത്തിന്, ആറാട്ടുത്സവത്തിൻ്റെ ഭാഗമായി എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി കുളിപ്പിക്കുന്നതിനിടെ അത് പിണങ്ങി ഓടുകയായിരുന്നു എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേര് മഹാദേവൻ എന്നാണ്. ആ ഉത്സവത്തിന്, ആറാട്ടിന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ എന്തായാലും അത് പാപ്പാന്മാരുടെ അനുനയത്തിന് വഴങ്ങിയിട്ടില്ല, അതിന് കൂട്ടാക്കിയിട്ടില്ല. അത് ആനയോട് അനുനയ സ്വരത്തിലൊക്കെ പാപ്പാന്മാർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് ഏതോ വിഷയത്തിൽ പിണങ്ങി തന്നെയാണ്. ആ കോമ്പൗണ്ടിൽ അവിടെ ആകെ വിറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം വിജയൻ, നമുക്ക് ആദ്യം അരുൺ പൂപ്പറമ്പ് എന്ന് എടുത്താലോ? അരുൺ പൂപ്പറമ്പ്, താങ്കൾ റെഡിയാണെങ്കിൽ പറയൂ, കരിക്കോട്ടക്കരിയിലെ ഈ ആനയെ വണ്ടിയിൽ കയറ്റാനുള്ള ശ്രമം എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്, എന്താണ് നടക്കുന്നത്? അത് ഇടക്കൊച്ചിയിൽ ഒരു ആന ഇടഞ്ഞതിൻ്റെ ദൃശ്യം കൂടി പ്രേക്ഷകർ കാണുന്നു. ഒരു ബോക്സിൽ നിങ്ങൾ കാണുന്നത് കണ്ണൂരിലെ കരിക്കോട്ടക്കരിയിലെ കുട്ടി ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമം അധികൃതർ നടത്തുന്നതാണ്. മറ്റു സ്ഥലത്ത് ഈ ഇടക്കൊച്ചിയിൽ ആന ഇടഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ്. ആന കുറച്ച് വാഹനങ്ങളൊക്കെ തള്ളിമറിച്ചിടുകയും ചില പരിക്കുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ആന ഇനിയും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആനയുടെ കലിപ്പ് തുടരുകയാണ്.